ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ പ്രധാന ഒരു ഉപഭോഗ വസ്തുവായി മാറിയിരിക്കുന്ന സ്മാർട്ട് ഫോൺ, ഒരാളുടെ കയ്യിൽ മിനിമം ഒരു മൊബൈൽ ഫോണോ, ഒന്നോ രണ്ടോ മൂന്നോ മൊബൈൽ ഫോണോ ഇല്ലാത്തവർ ഇന്ന് ഈ ലോകത്തില്ലാത്ത അവസ്ഥയാണ്. അതിൽ 90% സ്മാർട്ട് ഫോണുകളാണ്. ഐഫോൺ ആയാലും വേണ്ടില്ല, ആൻഡ്രോയിഡ് ഫോൺ ആയാലും വേണ്ടില്ല. ലക്ഷക്കണക്കിന് രൂപ വില പിടിക്കുന്ന ഈ ഫോണുകൾ കൈപ്പിടിച്ചാണ് ഏതൊരു വ്യക്തിയും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. കാലത്ത് ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ആദ്യം കയ്യിലേക്ക് വരുന്ന സാധനമാണ് ഈ സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ അതായത് ഈ സ്മാർട്ട് ഫോണിലൊരു കുഴപ്പം എന്താ അറിയോ, നമ്മൾ ബെഡിൽ നിന്ന് നീക്കുമ്പോൾ തന്നെ ഈ സ്മാർട്ട് ഫോൺ എടുത്ത് നമ്മൾ പ്ലഗിൽ കുത്തുകയാണ്, അതിൻ്റെ ചാർജ് കയറ്റാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും നമ്മൾ അത് അഡിക്റ്റായി കഴിഞ്ഞു. ആ ചാർജ് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ നമ്മളെ ബോധറായി നിൽക്കുന്നൊരു സംഭവമാണ് ആ സ്മാർട്ട് ഫോണിൻ്റെ ചാർജ്. അതാണ് ഉറക്കം ഉണർന്ന്, പണ്ടൊക്കെ നമ്മുടെ നേരെ വേറെ കാര്യങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഉറക്കം ഉണർന്ന് ആദ്യം തന്നെ മൊബൈലെടുത്ത് കുത്താൻ വെക്കുകയാണ്. അല്ലെങ്കിൽ മൊബൈലെടുത്ത് അതിൽ കുറച്ചൊക്കെ നോക്കിയതിന് ശേഷം ആദ്യം ചെയ്യുന്ന പണിയാണ് കുത്താൻ വെക്കൽ, ചാർജ് ചെയ്യാൻ വെക്കൽ. ആ സ്മാർട്ട് ഫോൺ രംഗത്തും അതുപോലെ തന്നെ ഇനി ഈ പുതിയ യുഗത്തിൽ എല്ലാവരും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന അതേ അവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മുടെ കാറുകൾ, വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാകാൻ പോകുകയാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ പോലെ തന്നെ ഇതും ദിവസവും നമ്മൾ പ്ലഗിൽ കുത്തേണ്ട ഒരു അവസ്ഥ ഇനി വരികയാണ്. പെട്രോൾ കാർ പോലെ ആയിരിക്കില്ല, പെട്രോളോ ഡീസലോ വാഹനങ്ങൾ പോലെ ആയിരിക്കില്ല. യാത്ര ചെയ്യുമ്പോൾ പെട്രോളോ ഡീസലോ കഴിയുമ്പോൾ വഴിയിലുള്ള പെട്രോൾ പമ്പ് കയറി വേഗം അത് ഫില്ല് ചെയ്ത് നമുക്ക് യാത്ര തുടരാം. പക്ഷേ ഇതങ്ങനെയല്ല. ഈ സ്മാർട്ട് ഫോണിലുള്ള അതേ ടെൻഷൻ ഇലക്ട്രിക് കാറിലുമുണ്ട്. അത് കാലത്ത് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ ചാർജിൽ കുത്തിയിടണം. എന്നാലാണ് പിന്നത്തെ യാത്ര വീണ്ടും തുടങ്ങാൻ കഴിയുകയുള്ളൂ. ഇത് പെട്ടെന്ന് 5-10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും പെട്രോളിനെയും ഡീസലിനെക്കാട്ടിയും വളരെയധികം ലാഭകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇലക്ട്രിക് കാറുകൾ. ഇനി വരും തലമുറ അതിലേക്ക് മാറുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും ഇന്ന് കയ്യിൽ പിടിച്ച് നടക്കുന്ന ഈ സ്മാർട്ട് ഫോൺ പോലെ തന്നെ ആയിരിക്കും ഭാവിയിൽ ഇലക്ട്രിക് കാറുകളും. നമ്മൾ അതിൻ്റെ അടിമകളായി അഡിക്റ്റായിട്ട് മാറുക. അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ അല്ലെങ്കിൽ മൊബൈലുകൾ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളും ഭാവിയിൽ ഇന്ത്യ തന്നെയായിരിക്കും ഒന്നാമതാവുക. അപ്പോൾ ഈ സ്മാർട്ട് ഫോണും ഈ ഇലക്ട്രിക് കാറും വർക്ക് ചെയ്യുന്ന ടെക്നോളജിയിലെ പ്രധാനമായ ആ ചിപ്പ്, ഇതിനൊരു ചിപ്പുണ്ട്, സെമി കണ്ടക്ടർ. ഇത് സത്യത്തിൽ ഈ കാറുകൾക്കും ഈ മൊബൈലുകൾക്കും ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാ പ്രധാന കമ്പനികൾ, ഐഫോൺ ആയാലും സാംസങ് ആയാലും അതിൻ്റെ പ്രധാന നിർമ്മാണ യൂണിറ്റുകൾ, ഇപ്പോൾ സാംസങ് മൊബൈലിൻ്റെ പ്രധാന പ്രൊഡക്ഷൻ യൂണിറ്റ് ഇന്ന് എവിടെയാണുള്ളത് എന്നറിയോ? ഇന്ത്യയിലാണ് ഇന്നത് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലുണ്ടാക്കിയ മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോണുകളാണ് ഇന്ന് ലോകത്ത് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഐഫോൺ ആയാലും വേണ്ടില്ല, സാംസങ് ആയാലും വേണ്ടില്ല. അതുപോലെ പലതരം പ്രോഡക്റ്റുകൾ ഇന്ന് ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ചെയ്ത് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പറ്റിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഈ സ്മാർട്ട് ഫോണുകളും ഈ ഇലക്ട്രിക് കാറുകളും ഇവിടെ ഉണ്ടാക്കാനുള്ള അതിൻ്റെ പ്രധാനമായ ചിപ്പ് നമ്മൾ വിദേശത്ത് നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ഭരണകൂടം
അതിനൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സ്മാർട്ട് ഫോണുകളിലേക്കും ഈ ഇലക്ട്രിക് കാറുകളിലെയും പ്രവർത്തനത്തിന് വേണ്ട ആ സെമി കണ്ടക്ടർ ചിപ്പുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ, അതായത് വലിയ തോതിൽ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങി വിദേശ ടെക്നോളജിയും വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ച് ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ പല യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇതിൽ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയുമായി സഹകരിച്ച് ഗുജറാത്തിലും ആസാമിലും ഇതിൻ്റെ വലിയ വലിയ ഫാക്ടറികൾ ആൾറെഡി പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ സ്മാർട്ട് ഫോണിനും ഈ ഇലക്ട്രിക് കാറുകളുടെയും പ്രവർത്തനത്തിന് വേണ്ട ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യയിൽ തന്നെ വളരെ വ്യാവസായികമായി തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു വിപ്ലവമാണ്. ഇതുതന്നെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇങ്ങനെ കണ്ണും തുറിച്ച് നോക്കുന്നത്. ഇന്ത്യയുടെ ഭരണാധികാരികളെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ണും തുറിച്ച് പിന്നാലെ നടന്ന് കെട്ടിപ്പിടിച്ച് കൈ കൊടുത്ത് പിന്നാലെ ഓടി വരുന്നത്. ഇതിവിടെ ഉണ്ടാക്കുന്നു, ഇവിടെ തന്നെ ചിലവാകുന്നു. അതാണ് ഏറ്റവും ഇതിലെ പ്രത്യേകത. ഇത് വാങ്ങുന്നത് ഇവിടെ തന്നെ ഉള്ള ജനങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അത് കഴിഞ്ഞ് അതായത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതി പോലും ഈ യൂറോപ്പിലെ മൊത്തം ഗൾഫിലും മിഡിൽ ഈസ്റ്റും മുഴുവൻ കൂടിച്ചേർന്നാലും ആവില്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ സ്മാർട്ട് ഫോണുകളും ഇലക്ട്രിക് കാറുകളും ഇനി എത്ര ഉണ്ടാക്കിയാലും അത് ഇന്ത്യയിൽ തന്നെ ചിലവാകാൻ പോവുകയാണ്. ഈ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് കുറച്ച് വില കൂടുതലാണ്. ഈ ചിപ്പൊക്കെ പുറത്തുനിന്ന് വന്ന കാരണം ഇനി ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് കാറിൻ്റെ വില കുറയുമ്പോൾ ഈ ഇലക്ട്രിക് കാറുകളുടെ സെയില് ഇപ്പോഴുള്ള സെയിലിൻ്റെ ഒരു 10 ഇരട്ടിയാകും. ഇത് ലോകം ഞെട്ടുന്ന സംഭവമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് പെട്രോൾ അടിച്ചും ഡീസൽ അടിച്ചും തലവേദന സൃഷ്ടിച്ച് നടക്കുമ്പോൾ ഈ തുച്ഛം പൈസ കൊണ്ട് ചാർജ് ചെയ്ത് നമ്മുടെ ഈ വാഹനങ്ങൾ നിരത്തിൽ ഓടാൻ തുടങ്ങും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കോടിക്കണക്കിന് ചിപ്പുകൾ, സെമി കണ്ടക്ടറുകൾ ഇവിടുത്തെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോടിക്കണക്കിന് IT പ്രൊഫഷണലുകൾക്ക് ജോലി കിട്ടുകയാണ്. അമേരിക്കയിൽ പോകണ്ട, യൂറോപ്പിൽ പോകണ്ട, ആസ്ട്രേലിയയിൽ പോകണ്ട, ജർമ്മനിയിൽ പോകണ്ട. ഇവിടുത്തെ IT പഠിച്ചവർക്ക് ഇന്ത്യയിൽ തന്നെ ജോലി കിട്ടുന്നു. ഏറ്റവും വലിയ ഒരു സന്തോഷം വേറെയുണ്ടോ? അതുപോലെ തന്നെയാണ് കോടി ലക്ഷം കോടി ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തുന്നു. ഇത്തരം ഫാക്ടറികളെ, അതായത് ചിപ്പ് പ്രൊഡക്ഷൻ ചെയ്യുന്ന, ഇപ്പോൾ ആൾറെഡി ഗുജറാത്തിലും ആസാമിലും ഇതിൻ്റെ വലിയ ഫാക്ടറികൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാലോ, UP-യിലാണ് ലോകത്തിലേക്ക് വേണ്ട എല്ലാ സാംസങ് മൊബൈലുകളും പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതുപോലത്തെ ഐഫോൺ ബാംഗ്ലൂരിലാണ് ലോകത്തേക്ക് വേണ്ടത് മുഴുവൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ടെസ്ല കാറ്, നമ്മുടെ അമേരിക്കൻ കാറ്, അത് ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ടാക്കി പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. കൂട്ടത്തിൽ ആ ഇലക്ട്രിക് കാറ് ഉണ്ടാക്കുമ്പോൾ തന്നെ മറ്റ് ഇന്ത്യയുടേതായ ബ്രാൻഡായ പല കമ്പനികളും ഇവിടെ EV കാറുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. പലരും EV-യിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ വലിയൊരു വിപ്ലവമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നു. കോടിക്കണക്കിന് തൊഴിൽ IT പ്രൊഫഷണലുകൾക്ക് ഇവിടെ തന്നെ കിട്ടുന്നു. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ ഓൺലൈനിൽ ഇരുന്നിട്ടാണ്. അമേരിക്കയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അമേരിക്കൻ കമ്പനിയും ആവശ്യമില്ല. ഇന്ത്യയിലെ കമ്പനിയിൽ തന്നെ IT പ്രൊഫഷണലുകൾക്ക് ജോലി കിട്ടുന്നു. ഇന്ത്യയുടെ സാമ്പത്തികം കുതിക്കാൻ പോവുകയാണ്. ഈ സമയത്താണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ ദിമാഗ് പിടിപ്പിച്ച്, ബുദ്ധിഭ്രമം പിടിപ്പിച്ച് തെരുവിലിറക്കി രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് സംഘടനകളും ശ്രമിക്കുന്നത്. വളരെ അപകടം നിറഞ്ഞൊരവസ്ഥയാണ് ഇന്ന്. ആ അവസ്ഥയിൽ നിന്നും ഇന്ത്യ ഇങ്ങനെ കുതിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിന് ശക്തി നൽകി ഭാരതം അതിൻ്റെ അത്യുന്നതിയിലേക്ക് തന്നെ എത്താനായിട്ടുള്ള ആ പരിശ്രമത്തിൽ നമ്മളെല്ലാവരും
ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അതൊരു വലിയ ശക്തിയായിട്ട് മാറുന്നത്. എന്തായാലും അശ്വിനി വൈഷ്ണവ്, ഇന്ത്യയുടെ IT മന്ത്രി, ഇപ്പോൾ ഇന്ന് ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ നമ്മളെല്ലാവരും സന്തോഷവാന്മാരാണ്. കാരണം ടെലികോം IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുകയാണ്, ലോകരാജ്യങ്ങൾക്ക് വേണ്ട സെമി കണ്ടക്ടർ ചിപ്പുകൾ, അതായത് സ്മാർട്ട് ഫോണുകളിലും EV കാറുകളിലും ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. വളരെ സന്തോഷം തരുന്ന വലിയൊരു വാർത്ത തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഞെട്ടിത്തരിച്ചിരിക്കുന്നു. ചൈന നിശബ്ദമായി. ഇനി വരും ദിനങ്ങൾ ഇന്ത്യയുടെ ഇതുപോലുള്ള കുതിപ്പുകൾ ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണാം.